ജെസിക്കയുടെ ജോബും നഷ്ടമാവുകയാണ്. പിന്നെ അഞ്ചാമത്തെ കേസ് എന്തെന്നാൽ ജെസിക്ക ബോധമില്ലാതെ കാർ ഓടിച്ച് നഴ്സിംഗ് ഹോമിൽ ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ്. പക്ഷെ അന്ന് അവിടെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഫോൺ തുറന്നപ്പോൾ മിർനയുടെ മാരേജ് കഴിഞ്ഞതായി കാണുകയും തനിക്ക് മാത്രം എന്താ ഇങ്ങനെ ചിന്തിക്കുകയും മിർനയോട് ദേഷ്യവും അസൂയയും തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ജെസിക്ക മിർനയ്ക്ക് മെസ്സേജ് അയച്ച് നമുക്ക് കാണാമെന്ന് പറയുന്നത്. തൻ്റെ മാരേജിന് അപ്പോഴത്തെ ദേഷ്യത്തിന് ജെസിക്കയെ വിളിക്കാത്തതിനുള്ള കുറ്റബോധം കാരണം മിർന ജെസിക്കയോട് നമുക്ക് കാണാമെന്ന് ഓക്കെ പറയുകയാണ്. അങ്ങനെ കോടതിയിൽ ജെസിക്കയാണ് കില്ലർ എന്ന് മിർനയുടെ ലോയർക്കും ജെസിക്ക അല്ല എന്ന് ഓട്ടോയ്ക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മിർനയുടെ ലോയർ കോടതിയെ കൺവിൻസ് ചെയ്യിക്കാൻ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ക്യാരക്ടർ റീഡറും വെച്ച് ജെസിക്ക പറയുന്നതെല്ലാം കള്ളമാണെന്നും അവളുടെ ബോഡി ലാംഗ്വേജ് ആണ് അതിനുള്ള തെളിവെന്നും പറയുകയാണ്. അങ്ങനെ ജഡ്ജിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ശേഷം ഒക്ടോബർ 18, 2016 ജെസിക്കയ്ക്ക് 20 വർഷം ശിക്ഷ ലഭിക്കുകയാണ്.